ആ പാട്ട് അതിൻ്റെതായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള ആ പാട്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും നല്ല മാധ്യമമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അതിനപ്പുറമൊന്നുമില്ല. പിന്നെ ഇവിടെ ശ്രീ അനിൽകുമാർ എന്നിട്ട് പല പ്രാവശ്യമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ അടുക്കളയിൽ എന്നൊക്കെ പറഞ്ഞു ഈ മരണ വീട്ടിൽ ചിലവരൊക്കെ എണ്ണിപ്പറഞ്ഞ് കരയും. ഓർമ്മയില്ല നമുക്ക്? മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്തവരായിരുന്നെങ്കിൽ അവരൊക്കെ എണ്ണിപ്പറഞ്ഞ് കരയും. അത്തരത്തിലുള്ള കരച്ചിലായിട്ട് മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ. എന്തായാലും അങ്ങനെയൊക്കെ ആക്ഷേപിക്കണോ രാജു പി നായർ? അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ള രൂപത്തിലെടുത്താൽ പോരെ? പകരം അത് അത്രേ പറയാൻ പറ്റും. മരണ വീട്ടിൽ എണ്ണിപ്പറഞ്ഞ് കരയുന്നവന് ആരെങ്കിലും മറുപടി കൊടുക്കാൻ പോവോ? ഇങ്ങനെ മരണ വീട്ടിൽ ഞെട്ടി കളിച്ചിങ്ങനെ കരയുന്നവൻ ആരും ശ്മശാനമുഖമായിട്ട് മാറിക്കഴിഞ്ഞു. ശ്മശാനം ഇതിനേക്കാൾ ഞാൻ മറുപടി ഞാൻ പറയട്ടെ. ഓക്കെ, അനിൽകുമാർ, ഞാൻ സമയം തരാം. രാജു പി നായർ, ആക്ഷേപം തന്നെയല്ലേ? ശ്മശാനമുഖമായി കിടക്കുന്ന കേരളത്തിലെ രണ്ട് പ്രധാന പാർട്ടികളുടെ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന വക്താക്കളാണ് നിങ്ങളുടെ രണ്ടുപേരും, നേതാക്കളാണ്. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ഭാഷയെക്കുറിച്ച് ആക്ഷേപത്തെക്കുറിച്ച് ഉപദേശിച്ചു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ദയവായി വിഷയത്തിലൂന്നുക. അല്ല തന്നെ വഷളത്തരമാണ്. ഇനി അത് പിന്നെയും കേൾപ്പിക്കല്ലേ? അല്ല തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ വിപ്ലവം കമ്മ്യൂണിസ്റ്റുകാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കാര്യം ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെ പറഞ്ഞിരുന്നു. എനിക്ക് അത്ര വലിയ പ്രായമില്ലാത്തതുകൊണ്ട് പണ്ട് ഇവര് പോയ സ്ഥലത്തൊക്കെ വീട്ടിൽ കയറ്റാതൊക്കെ പറഞ്ഞു വിട്ടിട്ടുള്ള കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഈ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട പദ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. അല്ല, നമ്മൾ ഈ വ്യക്തിഗതത്തിലേക്ക് പോകണ്ട. ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ധാരാളം കാര്യങ്ങളുള്ള ഒരു സബ്ജക്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അതിലേക്ക് ഊന്നു ദയവായി. നമ്മൾ ഈ വ്യക്തിപരമായ വിഴുപ്പറക്കൽ വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആരെ കുറിച്ചാണ്? നിങ്ങൾ തമ്മിലല്ല, മറ്റുള്ളവരെ പറ്റിയാണ്. റാഷിദെ, കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ 7 or 8 ഇടക്കാല ഉത്തരവുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ 2 CPM-ന്റെ മന്ത്രിമാർ, എം.എൽ.എയും പഞ്ചായത്ത് പ്രസിഡന്റ് 2 CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ മറുപടി പറയാതെ പോവോ? സ്വപ്ന സുരേഷിനെ കണ്ടാ അറിയില്ലെന്ന് വേണ്ട അവസാനം ക്ലിഫ് ഹൗസിന്റെ സ്വീകരണ മുറി നല്ലേ സ്വപ്ന സുരേഷിനെ കണ്ടെടുത്തത് ആ ഷെയ്ക്ക് വന്നപ്പോ ഇല്ലേ? ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നവർ വന്നിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞാൽ ഞാൻ മറുപടി പറയാതെ പോകണമെന്ന് പറഞ്ഞാൽ ശാശ്വത വേറെ ആളെ നോക്കിയാൽ മതി. അതത്രയും നോക്കിയാൽ മതി. പിന്നെ കടകംപള്ളി നിങ്ങൾ മറുപടി പറയേണ്ടതെന്നല്ല, രാഷ്ട്രീയമായ ആക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ മറുപടി ഉണ്ടാവും. അതിനെയാണല്ലോ ഈ വേദി. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്ന പരാമർശങ്ങളും വ്യക്തിപരവും അധിക്ഷേപ സ്വഭാവമുള്ളതാവരുതെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇല്ല, അത് തന്നെ റാഷിദ അനിൽകുമാർ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനിൽകുമാർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നുള്ള പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു. ശരിയാണ്. സ്വപ്ന സുരേഷ് പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് പറഞ്ഞു. മൂന്നാറിലേക്ക് ടൂർ വിളിച്ച ആൾക്കാരെയൊക്കെ ഞാൻ വിടുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ട് അനിൽകുമാർ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നമ്മൾ കേട്ടത് സ്വപ്ന സുരേഷിൽ നിന്നാണ്. അതേ കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുപോയി നിർത്തിയത്. അപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ ശബരിമലയിൽ കൊണ്ടുപോയി കള്ളന്മാരെ കയറ്റിയിട്ട് അത് മോട്ടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ കോൺഗ്രസിനെ കുറ്റം വേണ്ട കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പാരഡിയൊക്കെ ഉണ്ടാക്കുന്നത് നാട്ടിൽ മുഴുവൻ നിങ്ങൾ തന്നെ ഇപ്പൊ കേൾപ്പിച്ചല്ലോ. ലീഡർ കരുണാകരന്റെ സ്പീഡിനെ വിമർശിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പാരഡി നമ്മൾ കേട്ടല്ലോ. ഇവിടെ ഉണ്ടാക്കിയ പാരഡി ഇപ്പൊ ഇതേ പാട്ട് വെച്ച് പാരഡി കേട്ടല്ലോ. ഞാൻ ചോദിച്ചില്ലേ, ശബരിമല സ്ത്രീ പ്രവേശന വിഷയം നടക്കുമ്പോ ആർത്തവത്തിനിടയിൽ നിൽക്കുന്ന ശബരിമല അയ്യപ്പന്റെ ചിത്രം വരച്ചവരല്ലേ ഇവർ? അതല്ലേ ഇവര്? അപ്പോ ഈ കാണിക്കുന്ന ഒന്നും അല്ല വിരുദ്ധ മതവികാരം വ്രണപ്പെടുത്തുന്നത്. അയ്യപ്പന്റെ മുതൽ കട്ടുകൊണ്ടുപോയതല്ല മതവികാരം വ്രണപ്പെടുത്തുന്നത്. അയ്യപ്പന്റെ മുമ്പിലിരിക്കുന്ന ദ്വാരപാലക ശില്പം അടിച്ചുകൊണ്ടുപോയി വേറെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയി വെച്ചതല്ല മതവികാരം വ്രണപ്പെടുത്തുന്നത്. പകരം ഇവർക്കെതിരെ പറയുന്ന പാട്ടുകളാണ് മതവികാരം വ്രണപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ റാഷിദേ, ഈ പരാജയത്തിൽ നിന്ന് ഇവർ ഒരു ചുണ്ടും പഠിച്ചിട്ടില്ല.
ഒരു ചുക്കും പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ വായന കൂടി കോൺഗ്രസ് നടത്തുമ്പോൾ ശ്രീ എം എൻ കാരശ്ശേരി ഈ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുകയും ഞങ്ങൾ തിരുത്തുകയും ചെയ്യും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അങ്ങനെ തിരുത്താനോ പഠിക്കാനോ സി പി എം തയ്യാറല്ല. സി പി എമ്മിന് ഈ പാർട്ടിയോടുള്ള സമീപനം അതിന്റെ ഒരു ഉദാഹരണമായി കോൺഗ്രസ് കാണുന്നുണ്ട്. എം എൻ കാരശ്ശേരി അങ്ങനെ തന്നെ കാണണോ കാര്യങ്ങളെ? സി പി എം തിരുത്തുക എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പാർട്ടിന്റെ പിറകെ എന്നാ രാജു പറയും. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമുണ്ട്. ഈ പാരായ കാരണം ഇവര് വിവാദമാക്കിയതോടുകൂടി ചർച്ച ചെയ്യല്ലേ ശബരിമല വിഷയം. മനസ്സിലാവുമല്ലോ എന്നല്ലാണ്ട് എന്താ ഇപ്പൊ പറയാ. ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ പാരഡി അല്ല, ഇപ്പൊ CPM കോമഡിയായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇന്നലെ ഈ IFFK കുറെ സിനിമകൾ പ്രദർശനാനുമതി നിഷേധിച്ചതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു. ഘോരമായിരുന്നു ഇന്നലെ CPMന്റെ പ്രതിനിധികൾ വന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഞാൻ ആ പാട്ടിലേക്കൊന്നും കിടക്കുന്നില്ല. ആ പാട്ട് വളരെ വ്യക്തമായിട്ട് ശബരിമലയിൽ ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ CPMന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാധ്യമമായിട്ട് പല പാട്ടുകളും ഉണ്ടായിട്ടുണ്ടാകും. അതിനകത്തൊരു പാട്ടാണത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രചരണം നടക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ പാട്ടുകൾ എഴുതും, പാരഡികൾ എഴുതും, അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതേ പാട്ട് CPM പാരഡിയാക്കി മാറ്റിയല്ലോ. നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മലപ്പുറത്ത് മൂരികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇതേ പാട്ട് പാരഡിയാക്കി മാറ്റിയല്ലോ. അപ്പോൾ വിശ്വാസമൊന്നും ഹനിക്കപ്പെട്ടില്ലേ? CPMന്റെ പ്രതീഷ് വിശ്വനാഥ് ആയിട്ട് ഈ രാജു ആന്റണിയും അനിൽകുമാറൊന്നും മാറരുത്. CPMന്റെ പ്രതീഷ് വിശ്വനാഥന്മാരാണ് ഇവര് ഈ കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ശ്രമം മുഴുവൻ. നോക്കൂ, ആ പാട്ട് ഇപ്പം പ്രശ്നമായത് എന്താ? ആ പാട്ടിൻ്റെ രചയിതാവ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മുഴുവൻ ഈ പാട്ടായിരുന്നില്ലേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത്? ഇപ്പം കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ മുമ്പിൽ വെച്ച് ശബരിമല വിഷയം ഉയർത്തിയപ്പോൾ അപ്പോഴും ഈ പാട്ട് പാടിയില്ലേ? PC വിഷ്ണുനാഥ് ഈ പാട്ട് മാധ്യമങ്ങളുടെ മുമ്പ് വെച്ച് പാടിയില്ലേ? അപ്പോഴൊന്നും CPM ഒരു നടപടിയും കണ്ടില്ലല്ലോ, CPMന് ഒരു വിമർശനവും കണ്ടില്ലല്ലോ. ഇപ്പോൾ ആ പാട്ട് എഴുതിയത് ആരാണ് എന്ന് പുറത്തു വന്നപ്പോൾ അത് വെച്ചൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഇപ്പം വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വർഗീയ ധ്രുവീകരണത്തിന് RSSനേക്കാൾ ഏറ്റവും ഭംഗിയായി RSSനേക്കാൾ വർഗീയത ഉണ്ടാക്കിയത് ഈ പ്രതീഷ് വിശ്വനാഥുമാരാണ്, ഈ RV ബാബുമാരാണ്, ഈ ശശികലമാരാണ്. ഏത്? CPMന്റെ ശശികലമാരാണ്. RV ബാബുവും ശശികല ഇതും അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥും പോലുള്ളവർ തോക്ക് സ്വാമി പോലും പറയാൻ മടിക്കുന്ന വർഗീയത CPMന്റെ നേതാക്കന്മാരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആരാണ് ശബരിമലയിൽ അയ്യപ്പനെ സ്ത്രീ പ്രവേശന സമയത്ത് ഏറ്റവും വികലമായി ചിത്രീകരിച്ചവർ, അല്ലെ? ഏറ്റവും വികലമായി ചിത്രീകരിച്ചവർ അവര് ഇന്നിപ്പോ മതവികാരം വ്രണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ഒരു മതവികാരവും വ്രണപ്പെട്ടിട്ടില്ല. വ്രണപ്പെട്ടത് ഇവരുടെ രാഷ്ട്രീയ വികാരം മാത്രമാണ്. അതുകൊണ്ട് ആ പാട്ടിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആ പാട്ടിന് ഇന്നലെ ഒറ്റ കാര്യമുള്ളൂ. കുറച്ച് നാൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു, ഇവർ അരക്ഷിത ബോധത്തിലാണ്, പേടിയാണ്. ഏത് ഈ പറയുന്ന ഡിക്റ്റേറ്റേഴ്സിന്റെയും ഈ ഏകാധിപതികളുടെയും പ്രശ്നം ഭയമാണ്.